ബോട്ടോക്സ് ചെയ്ത് കഴിഞ്ഞ് ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് വന്ന ഹെയർ ഗ്രോത്ത് ആണ് ഇത്. എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ഞാൻ ഏത് ഹെയർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അങ്ങനെ ഇന്ന ഹെയർ ഓയിലെന്നൊന്നുമില്ല. പക്ഷേ ഞാൻ ഹെയർ ഓയിൽ യൂസ് ചെയ്യും. ഹെയർ ഓയിൽ മസാജ് ഞാൻ കണ്ടിന്യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഈ ബോട്ടോക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ ക്രൗൺ ഏരിയ മാത്രമേ ചെയ്തേക്കുന്നത്, ഫുൾ ഹെയർ ചെയ്തിട്ടില്ല. ഇപ്പോൾ ബോട്ടോക്സ് ചെയ്യുന്ന സമയത്ത് നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ് ഓയിൽ യൂസ് ചെയ്യരുത്. ഇങ്ങനെ പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഈ ബോട്ടോക്സ് ചെയ്തേക്കുന്ന പെട്ടെന്ന് വെയർ ഓഫ് ആയി പോകും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യല്ലേ എന്ന് പറയുന്നത്. എനിക്ക് വെയർ ഓഫ് ആവുന്ന ഒരു പ്രശ്നമല്ല. എനിക്ക് എൻ്റെ ഹെയർ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ കിടക്കാനും ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും ഓയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തായാലും ഓയിൽ ആദ്യത്തെ ഒരു 2 ആഴ്ചയൊന്നും ചെയ്യാതിരിക്കുമായിരിക്കും. അത് കഴിയുമ്പോൾ ഞാൻ ഒരു വീക്ക്ലി ത്രൈസ് എന്തായാലും ഓയിൽ മസാജ് നല്ലോണം ചെയ്യും. അത് ഇന്ന ഓയിലെന്നില്ല, ഏതെങ്കിലും ഒരു ഓയിൽ യൂസ് ചെയ്യും. ചിലപ്പോൾ വീട്ടിൽ വെളിച്ചെണ്ണയാണ് അവൈലബിൾ, അത് ചെയ്യും. അല്ലെങ്കിൽ കാച്ചി എണ്ണ അവൈലബിൾ ആണെങ്കിൽ അത് ചെയ്യും. അല്ലെങ്കിൽ നീലിവൃങ്കാതി ഉണ്ടെങ്കിൽ അത് ചെയ്യും. ഏതെങ്കിലും ഒരു ഓയിൽ വെച്ച് നല്ല രീതിയിൽ ഹെയർ ഓയിൽ മസാജ് ഞാൻ ചെയ്യും. ഇനിയിപ്പോൾ ഡാൻഡ്രഫ് ആണെങ്കിൽ ടോട്ടലി ഡിഫറെൻറ്റ് കാര്യമാണ്. എനിക്ക് ഡാൻഡ്രഫ് വരുന്ന സമയത്ത് ഞാൻ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം.